My name is Matthew Stephen, practicing chartered accountant in UK, qualified from the Institute of Chartered Accountant in England and Wales. യുകെയിൽ മലയാളി റെസ്റ്റോറൻറ്റ് ബിസിനസ് അവസരങ്ങൾ. ഈ അടുത്ത കാലത്ത് ധാരാളം മലയാളി റെസ്റ്റോറൻറ്റുകളാണ് യുകെയുടെ എല്ലാ സ്ഥലങ്ങളിലും തുറക്കുന്നത്. പ്രത്യേകിച്ച് നോർത്താംപ്ടണിൽ ഇപ്പോൾ തന്നെ 7 റെസ്റ്റോറൻ്റ് ഉണ്ട്. അതുകൂടാതെ തന്നെ കേറ്ററിംഗ്, ഫുഡ് സർവീസ്, ഫുഡ് റിലേറ്റഡ് മറ്റ് ബിസിനസ്സുകളും. ഇത് കാണിക്കുന്നത് വലിയ ബിസിനസ് അവസരങ്ങളാണ് ഇനി വരും കാലങ്ങളിൽ മലയാളി റെസ്റ്റോറൻറ്റിന് യുകെയുടെ എല്ലാ സ്ഥലങ്ങളിലും കിട്ടുന്നത്. ഇപ്പോൾ തന്നെ യുകെയുടെ എല്ലാ സ്ഥലങ്ങളിലും റെസ്റ്റോറൻറ്റുകളുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത, ഈ അടുത്ത 2 വർഷത്തിനുള്ളിൽ തുടങ്ങിയിരിക്കുന്ന ബിസിനസ്സുകളെല്ലാം മലയാളികൾക്ക് വേണ്ടി മാത്രമാണ്. കേരളത്തിൽ കിട്ടുന്ന ചട്ടിച്ചോറ്, പാൽക്കപ്പ എന്നുവേണ്ട എല്ലാ ഫ്യൂഷൻ ഫുഡുകളും ഇന്നിപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ തുടങ്ങുന്ന ഈ റെസ്റ്റോറൻറ്റുകളെല്ലാം മലയാളി കസ്റ്റമേഴ്സിന് വേണ്ടിയാണ്. അത് പല രീതിയിലാണ് തുടങ്ങുന്നത്. ഡൈനിങ് റെസ്റ്റോറൻറ്റ്, ടേക്ക് അവേസ്, ട്രക്ക് ഫുഡ്, കേറ്ററിംഗ്, ഫുഡ് ഡെലിവറി, വീട്ടിൽ നിന്ന് കുക്ക് ചെയ്ത് ഡെലിവറോ അല്ലെങ്കിൽ ഡെലിവറി സൈറ്റുകൾക്ക് കൊടുക്കുന്നു, സെൻട്രൽ കിച്ചൺ, സെൻട്രൽ കേറ്ററിംഗ്, ഷെഫില്ലാത്ത റെസ്റ്റോറൻറ്റ്. അങ്ങനെ ഫുഡ് ആൻഡ് റെസ്റ്റോറൻറ്റ് ബിസിനസ്സിൽ മലയാളികൾ യുകെയിൽ വലിയ നേട്ടമാണ് കാണുന്നത്. മിനിമം 20,000 പൗണ്ട് മുതൽ മുടക്കിൽ മലയാളികൾ ഫുഡ് ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യുന്നു. പ്രത്യേകിച്ച് PSW സ്റ്റുഡൻസ് ധാരാളം ഇപ്പോൾ യുകെയിൽ ഉള്ളതുകൊണ്ട് ഒരു ബിസിനസ് തുടങ്ങുവാനും സ്കിൽ വിസ കിട്ടുന്നതിനും വേണ്ടി കൂടുതലായിട്ടും അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫുഡ് ബിസിനസ്സിലാണ്. റെസ്റ്റോറൻ്റായിട്ടും സെൻട്രൽ കിച്ചനായിട്ടും ഫ്രോസൺ ഫുഡായിട്ടും ചിൽ ഫുഡായിട്ടും ടേക്ക് അവേ ആയിട്ടും ഷെഫില്ലാത്ത കിച്ചനായിട്ടും അങ്ങനെ എല്ലാ രീതിയിലും ഫുഡ് ബിസിനസ്സിലേക്ക് എല്ലാ ഏരിയയിലേക്കും മലയാളികൾ എത്തി. അത് യുകെയുടെ എല്ലാ സ്ഥലങ്ങളിലും ഇതിന് ഓപ്പർച്യൂണിറ്റിയുണ്ട്. ഈ അടുത്ത കാലത്ത് തുടങ്ങിയിരിക്കുന്ന ഫുഡ് ബിസിനസ്സിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ സ്ഥലത്തും ഇതിന് ഓപ്പർച്യൂണിറ്റിയുണ്ട്. ഇപ്പോൾ തുടങ്ങുന്ന ബിസിനസ്സിനെല്ലാം ലാഭകരമായിട്ട് അവർക്ക് കൊണ്ടുപോകുവാനും കൃത്യമായിട്ടുള്ള ബിസിനസ് പ്ലാനിലൂടെ അവർക്ക് അത് എക്സ്പാൻഡ് ചെയ്യുവാനും സാധിക്കുന്നു. പ്രത്യേകിച്ച് PSWയിലുള്ള സ്റ്റുഡൻസിന് ബിസിനസ് തുടങ്ങാനുള്ള അവസരമുള്ളതുകൊണ്ട് അവർക്ക് സ്കിൽ വിസയിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ബിസിനസ് തുടങ്ങുകയും റെസ്റ്റോറൻറ്റ് ബിസിനസ്സിൽ ധാരാളം തൊഴിലവസരങ്ങളും ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് റെസ്റ്റോറൻറ്റ് ബിസിനസ്സിനാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കാണുന്നത്. റെസ്റ്റോറൻറ്റ് ബിസിനസ് തുടങ്ങുകയും ചെയിൻ ഷോപ്പായിട്ട് മറ്റ് സ്ഥലങ്ങളിൽ എക്സ്പാൻഡ് ചെയ്യുകയും ഫ്രോസൺ ഫുഡും മറ്റ് പല രീതിയിലുള്ള റിസർച്ചുകൾ ഇതിൽ ചെയ്യുന്നു. പലരും വിദേശ രാജ്യത്തുള്ള ഫേമസ് റെസ്റ്റോറൻറ്റ് ചെയിനായിട്ട് ഇവിടെ തുടങ്ങുന്നു. ഇതുകൂടാതെ തന്നെ ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളിലും ഫ്രാഞ്ചൈസി ഓപ്പർച്യൂണിറ്റി വഴിയും മറ്റ് സെൻട്രൽ കിച്ചൺ വഴിയും ഫ്രോസൺ ഫുഡ് വഴിയും ഈവൻ വെൻഡിങ് മെഷീനിലൂടെ ഹോസ്പിറ്റൽ വെൻഡിങ് മെഷീനിൽ വരെയും മലയാളി ഫുഡ് അവൈലബിൾ ആണ്. ഇത് വലിയ അവസരമാണ് മലയാളികൾക്ക് നൽകുന്നത്. പ്രത്യേകിച്ച് യുകെയിൽ വലിയ രീതിയിൽ ഷോർട്ടേജുള്ള റെസ്റ്റോറൻറ്റ് മേഖലയിൽ PSWയിൽ വന്നിട്ടുള്ള സ്റ്റുഡൻസിന് തൊഴിലവസരവും അവരുടെ സ്കിൽഡ് വിസയ്ക്ക് ഇത് വലിയ അവസരമാണ് നൽകുന്നത്. പലരും കുറഞ്ഞ മുതൽ മുടക്കിൽ തനിച്ചോ മറ്റ് പാർട്ട്നേഴ്സിനെയോ ഡയറക്ടേഴ്സിനെയോ ഇൻവെസ്റ്റേഴ്സിനെയോ കൂട്ടി ഒരുമിച്ച് ഈ റെസ്റ്റോറൻറ്റ് മേഖലയിൽ തുടങ്ങുന്നതായി കാണുന്നു. ഇന്ന് നിങ്ങൾക്ക് നോക്കിയാൽ യുകെയുടെ എല്ലാ സ്ഥലങ്ങളിലും മലയാളി റെസ്റ്റോറൻറ്റ് പുതിയതായിട്ട് തുടങ്ങുകയും പുതിയ രീതിയിൽ തുടങ്ങുന്നതായി കാണാം. ഇത് വലിയ അവസരമാണ് നൽകുന്നത്. ഈ അവസരത്തിൽ നിങ്ങൾക്കും യുകെയിൽ റെസ്റ്റോറൻറ്റ് തുടങ്ങുകയോ പാർട്ട്ണറാകുകയോ അതിൽ പങ്കാളികളാകാൻ സാധിക്കുന്നതാണ്. ഒക്ടോബർ 18 നോർത്താംപ്ടണിൽ വെച്ച് ഇൻഡോ UK ബിസിനസ് ഷോ നടത്തപ്പെടുന്നു. ഈ ബിസിനസ് ഷോയിൽ പങ്കെടുക്കുന്നത് വഴി നിങ്ങൾക്ക് യുകെയിൽ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുവാനും റെസ്റ്റോറൻറ്റ് തുടങ്ങി വിജയിപ്പിച്ച ഫ്രാഞ്ചൈസി ഓണേഴ്സുമായിട്ട് പരിചയപ്പെടാനുമുള്ള അവസരം കിട്ടുന്നതാണ്. UK ബിസിനസ്സിനെ പറ്റി ഇതിനോടകം 600-ലധികം വീഡിയോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. എന്നും ഈവനിങ് UK ബിസിനസ്സിനെ പറ്റി, UK ടാക്സ് പ്ലാനിങ്ങിനെ പറ്റി, UK എംപ്ലോയ്മെൻറ്റ് ടാക്സിനെ പറ്റി ഒരു വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു.